അല്ലാഹു പറയുന്നുണ്ട്, ഖുലില്ലാഹുമ്മ മാലിക്കൽ മുൽക്ക് തുഅ്തിൽ മുൽക മിമ്മൻ തശാ വതുഇസ്സു മൻ തശാ വതുദില്ലു മൻ തശാ. അധികാരം അല്ലാഹുവിന്റെ കയ്യിലാണ്. അത് അല്ലാഹു ഇഷ്ടപ്പെട്ടവർക്ക് കൊടുക്കും, അല്ലാഹു അർഹതപ്പെട്ടവർക്ക് കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ പറയട്ടെ. അല്ലാഹു അർഹതപ്പെട്ടവർക്ക് അല്ലാഹു കൊടുക്കട്ടെ, നല്ലത് ചെയ്യുന്നവന് കൊടുക്കട്ടെ. വോട്ട് ചെയ്യുമ്പോൾ നമ്മൾ ചിന്തിക്കണം, നമുക്ക് ഒരു ഉത്തരവാദിത്വമുണ്ട്. നമ്മൾ വോട്ട് ചെയ്യുമ്പോൾ പടച്ചോനെ ഇവൻ ആരാണെന്ന് നോക്കിയിട്ട് വേണം. ഒരാളെ നമ്മൾ നോക്കണം, പടച്ചോനെ നല്ല കാര്യങ്ങൾ നാടിനും സമൂഹത്തിനും ജനതയ്ക്കും രാജ്യത്തിനും ഒക്കെ ഉപകാരപ്പെടുന്നവർ അങ്ങനെയുള്ളവര്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ, ഈ ഇലക്ഷന്റെ ചൂടിനാണ് എല്ലാവരും, വല്ലാത്ത ചൂട്. എല്ലാവരും എവിടെ നോക്കിയാലും ഈ ഇലക്ഷന്റെ പ്രചരണങ്ങളും നോട്ടീസുകളും അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്നത് വാഗ്ദാനങ്ങളെ കുറിച്ചാണ്. ഓർമ്മ വെച്ച കാലം മുതലേ നമ്മൾ എല്ലാവരും വാഗ്ദാനങ്ങൾ കേൾക്കുന്നവരാ. വാപ്പ ഒരുപാട് വാഗ്ദാനങ്ങൾ നമുക്ക് നൽകി ചെറുപ്പത്തിലെ. നമ്മുടെ ഉമ്മ നമുക്ക് ഒരുപാട് വാഗ്ദാനങ്ങൾ നൽകി. അത് വാങ്ങിച്ചു തരാം, ഇത് വാങ്ങിച്ചു തരാം, അവിടെ കൊണ്ടുപോകാം, ഇവിടെ കൊണ്ടുപോകാം. ഒരുപാട് വാഗ്ദാനങ്ങൾ നമ്മുടെ ഉമ്മയും നമ്മുടെ ഉപ്പയും നമുക്ക് നൽകിയിട്ടുണ്ട്. നമ്മളും മാതാപിതാക്കളോട് സ്നേഹം കൂടുമ്പോൾ ഒരുപാട് വാഗ്ദാനങ്ങൾ കൊടുക്കാറുണ്ട്. വാപ്പ ഞാൻ പഠിച്ച നല്ല നിലയിലായ എൻ്റെ ഉപ്പാനെ ഞാൻ പൊന്നുപോലെ നോക്കും, എൻ്റെ ഉപ്പാനെ ഞാനൊരു രാജാധിക പോലെ എൻ്റെ ഉമ്മയെ ഞാൻ നോക്കും. ഇങ്ങനെയൊക്കെ വാഗ്ദാനം കൊടുക്കുന്ന മക്കളുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ പഠിക്കുന്ന കാലത്ത് നമ്മുടെ അധ്യാപകർ, നമ്മുടെ ഉസ്താദന്മാർ നമുക്ക് ഒരുപാട് വാഗ്ദാനങ്ങൾ നൽകും. അങ്ങനെ ജീവിതത്തിൽ ഒരുപാട് വാഗ്ദാനങ്ങൾ കേട്ട് 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 ഇങ്ങനെ വളർന്നു വരുന്നവരാണ്. വിവാഹം കഴിഞ്ഞു, ഭർത്താവ് ഭാര്യയോട് ഒരുപാട് വാഗ്ദാനങ്ങൾ കൊടുത്തു, ഭാര്യ ഭർത്താവിനോട് ഒരുപാട് വാഗ്ദാനം. അവിടെയും കുടുംബജീവിതത്തിൽ ഒരുപാട് വാഗ്ദാനങ്ങൾ കൊടുക്കുകയും കേൾക്കുകയും ചെയ്തു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇലക്ഷനായി നമ്മുടെ നേതൃത്വങ്ങൾ, നമ്മുടെ രാഷ്ട്രീയം, നമ്മുടെ രാഷ്ട്രീയത്തിന്റെ നേതാക്കന്മാർ നമുക്കിങ്ങനെ വാഗ്ദാനങ്ങൾ ഇലക്ഷന്റെ സമയമാകുമ്പോ ചാകര പോലെ വാഗ്ദാനങ്ങൾ ഇങ്ങനെ വാരി കോരി തരുന്നുണ്ട്. ഇന്ന് റോഡിലൂടെ നടന്നു പോകുമ്പോൾ എവിടെയും ഒട്ടിച്ചു വെച്ചിരിക്കുന്ന ഫ്ലെക്സ് ആകട്ടെ, നോട്ടീസ് ആകട്ടെ, അതിനകത്ത് ഒരുപാട് വാഗ്ദാനങ്ങൾ. ഞാൻ ഇന്ന് വരുമ്പോഴും വഴിയിലൊക്കെ ഇങ്ങനെ വാഗ്ദാനങ്ങൾ ഇങ്ങനെ പ്രസംഗിക്കുന്നതായി കിട്ടും. ഞാൻ ജയിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇന്ന് തരാം, അത് തരാം, റോഡ് തരാം, അത് തരാം. എന്റെ പ്രിയപ്പെട്ടവർ, വല്ലാത്ത വാഗ്ദാനങ്ങളാണ്. പക്ഷെ നമ്മളെല്ലാവരും ആ വാഗ്ദാനങ്ങൾക്ക് ഒരു വില നൽകുന്നുണ്ട്. കിട്ടിയ